പ്രസംഗം നടക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്ന അധാർമികമായ സ്ത്രീകളുടെ വടികൾ മുഴുവനും ഏറ്റവും വലിയ അരാജകത്വത്തിലേക്ക് നടന്നു പോയപ്പോ യൂറോപ്പിന്റെ പരിഷ്കാരത്തിന്റെ കിളിവാതിലായി എറിയപ്പെടുന്ന ഫ്രാൻസ് നഗരത്തിൽ മതപണ്ഡിതന്മാര് മതപ്രഭാഷണം നടത്തിയപ്പോൾ മാരകം തുറന്നുകൊണ്ട മാരണത്തിന് മുകളിൽ എന്റെ പ്രവാചകൻ ഞാനാണ് എന്ന് എഴുതി വെച്ചുകൊണ്ട് ഫെമിനിസ്റ്റുകളായ ചെറുപ്പക്കാര് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പെണ്ണിന്റെ ശരീരം മാറുമ്പോ ഞാനിത് വെറുതെ പറയുന്നതല്ല. ഏറ്റവും വലിയ ആസക്തി കള്ളിനോടല്ല, പലിശയോടല്ല, ആവാസത്തോടല്ല, പെണ്ണിന്റെ പച്ചമാംസത്തോട് ആസക്തി കാണിക്കുന്ന ഏതുവരെയാ? കഴിഞ്ഞാഴ്ച ഇതേവരെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ കേട്ടുകാക്കാത്ത വാർത്ത കേട്ടിട്ട് ലോകം നടുങ്ങി തിരിച്ചു നിൽക്കുകയാ. ആർഷഭാഗത്തിന്റെ നടുവിൽ തന്നെ 9 മാസം കൊണ്ട് പ്രസവിച്ച മാതാവിന് ആരുമില്ലാത്ത സമയത്ത് കരുത്ത് നിരത്തി കൊലപ്പെടുത്തിയിട്ട മരിച്ചു കിടക്കുന്ന മാതാവിനെ മലപ്പത്തി കിടത്തി മാനവം കണ്ടുക മകന്റെ വാപ്പയുടെ മുമ്പിൽ ആ വാക്കുകളിൽ സംസാരിക്കുക. പെണ്ണെന്ന് കേട്ടാൽ ഇത് അമ്മയാകട്ടെ ഉമ്മയാകട്ടെ പെങ്ങളാകട്ടെ ആരുമാകട്ടെ വഴിയിലൂടെ നടന്നു പോകുന്ന പെണ്ണിന് നൊന്ത് പ്രസവിച്ച മാതാവിനെ കരുത്ത് നിരച്ച് കൊലപ്പെടുത്തിയിട്ട് മരിച്ചു കിടക്കുന്ന സ്വന്തം ഉമ്മാന്ന് വിളിച്ച മോനെ എന്ന് വിളിച്ചിട്ട് കവലത്ത് മുട്ടം കൊടുത്ത ആരുടെ മാരടത്തിൽ നിന്നാണ് അമ്മിങ്ങപ്പാല് മുഴുകിയത് അത് മാരടത്തിലേക്ക് ആരുടെയും മാരടത്തിൽ നിന്നാണോ ജീവിതത്തിന്റെ പ്രഥമ വളർച്ചയുടെ പോഷകാഹാരമായ മുലപ്പാല് മുതന്നത് അതേ മാരടത്തിലേക്ക് കാമപ്രാന്തോടുകൂടി പറന്നു കിടക്കുന്ന മകന്റെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പെണ്ണാണെന്ന് ചർച്ച ചെയ്യുമ്പോ പെണ്ണിനെ പിടിച്ചു നിർത്താൻ ലോകത്തിന് മുമ്പിൽ നിയമ സംവിധാനങ്ങൾ മുഴുവന് പരാജയപ്പെടുമ്പോ ലോകത്ത് പെണ്ണിന്റെ സ്വാതന്ത്ര്യമെന്തെന്ന് നിഷ്കർഷിക്കുവാനോ ആ പെണ്ണ് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാറ് ലോകത്തിന് മുമ്പിൽ പരാജയപ്പെട്ട് കിടക്കുമ്പോ യൂറോപ്പിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഈ പറയുന്നത് കേരളത്തിന്റെ മാത്രം കഥയല്ല, ഇന്ത്യയുടെ മാത്രം കഥയല്ല. യൂറോപ്പിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ആ യൂറോപ്പിലെ പല പ്രധാനപ്പെട്ട നാമത്തെ പുരോഗമനത്തിന്റെ കവാടമെന്ന് അവകാശപ്പെടുന്ന നഗരങ്ങളിൽ പോലും വെയിറ്റിംഗ് സെറ്റിന്റെ മറുഭാഗത്ത് മറ്റ് ശീതീകരിച്ച റൂമുകളുണ്ട്. ആ ശീതീകരിച്ച റൂമിന്റെ പേര് പോസ്റ്റ് റൂം എന്ന. റോഡിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് വ്യഭിചരിക്കണമെന്ന് തോന്നാൽ വഴിയരികിൽ നിൽക്കുന്ന പെണ്ണിനെയും പിടിച്ചുകൊണ്ട് കടന്നുപോയി വ്യഭിചരിക്കാൻ വഴിയരികിലെ വെയിറ്റിംഗ് സൗകര്യമൊരുക്കുന്ന യൂറോപ്യൻ നഗരങ്ങളുടെ നടുവ് പെണ്ണാണ് ഏറ്റവും ഒരു അധാർമികതയുടെ വക്തമെന്ന് ആധുനിക ലോകത്തിന്റെ വിശാരദന്മാര് പറയുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെണ്ണ് ജീവിതത്തിന്റെ ദൗർബല്യമായി പോയ 6ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ആരാ അവരെന്നറിയോ? കൈവാറിയത്തിന്റെ മത്താഹ് വിളിച്ചിരുന്നിട്ട് അഹിയാനെന്ന ചെറുവയിലാഹീന ഇതാരമിയ ഇല്ലാഹാരാ. രാവിലെ മുതൽ വൈകുന്നേരം മാറി മാറി കടപ്പുറയിൽ പെണ്ണ് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പെണ്ണിന്റെ സാമീപ്യത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് ഒരു പെണ്ണിനെ പോലും എന്റെ കടപ്പുറയിൽ എനിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചിറങ്ങി പോകുമ്പോഴാണ് എന്റെ സഹോദരി നടന്നു വരുന്നത് കണ്ടത്. ഇന്നൊരു പെണ്ണിന്റെ സാമീപ്യമില്ലാതെ കിടന്നാൽ ഉറക്കം വരാത്തത് കൊണ്ട് എന്റെ സഹോദരിയെ പിടിച്ച് കടപ്പുറയിൽ കിടത്തി അന്നത്തെ രാത്രി പെണ്ണിനോടുള്ള താകം തീർത്തവനാണ് ഞാനെന്ന് പരസ്യമായിട്ട് പറഞ്ഞ 6ാം നൂറ്റാണ്ടിലെ കാട്ടറബുകളുടെ മുമ്പിലാ അള്ളാഹുവിന്റെ ഇസ്ലാം വഴി കാണിച്ചു കൊടുത്തത്. ഖുറൈശിന്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാന്റെ റസൂൽ ഓടിക്കൊടുത്തില്ലേ? മക്കാ ഖുറൈശികളെ പെണ്ണാണ് ഏറ്റവും വലിയ ആസക്തി എന്ന് കരുതിയ മക്കാ ഖുറൈശികളെ തഖറബു സിനാ വലാ തഖറബു സിനാ. വ്യഭിചരിക്കരുതേ എന്നല്ല, ഒരു പ്രത്യശാസ്ത്രത്തിന് സംവിധാനം ചെയ്യാൻ കഴിയാത്ത പെണ്ണിനെ അടക്കി നിർത്താൻ കഴിയുന്ന ഒരേ ഒരു വാക്കുകൊണ്ട് പെണ്ണിന് മാനമെന്ന് നിശ്ചയിച്ചു കൊടുത്ത വിശുദ്ധമായ ഇസ്ലാം പറയാ വലാ തഖറബു സിനാ. വ്യഭിചരിക്കരുതേ എന്നല്ല, ആ വ്യഭിചാരത്തിലേക്ക്
തടുക്കാൻ പാടില്ല. ഇന്നഹു കാന ഫാഹിഷ. ആ വ്യഭിചാരം ഏറ്റവും വലിയ മഹാപാപമാ. പടച്ചറപ്പിനിഷ്ടപ്പെടാത്തടാ, നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നടാ. എന്നെ പിൽക്കാലത്തെ യുവാക്കളോട് യുവതികളോട് കാലഘട്ടത്തിന്റെ മുഴുവനും ക്രൗര്യതകളെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന എന്റെ പൊന്നുമോനെ, ഈ ആയത്തിറങ്ങേണ്ട താമസം. അതുകൊണ്ടല്ലേ ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാതിരുന്ന, ഒരു കുറ്റാന്വേഷണ സംവിധാനമില്ലാതിരുന്ന, തെറ്റ് ചെയ്താൽ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലാനോ വിചാരണ ചെയ്യാനോ ഒരു കോടതി പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവിചാരിതമായി തന്റെ കടയിൽ വെച്ചിട്ടൊരു പെണ്ണുമായി വ്യഭിചരിച്ചിട്ട് കുറ്റബോധമുണ്ടായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് നബിയേ നബിയേ, പരസ്യമായിട്ട് തന്റെ പരസ്പരം കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ വ്യഭിചരിച്ചു യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് എറിഞ്ഞുകൊള്ളൂ, എന്നെ ഒന്ന് എറിഞ്ഞുകൊള്ളൂ, എന്നെ ഒന്ന് എറിഞ്ഞുകൊള്ളൂ. ലോകചരിത്രം വിസ്മയത്തോടെ നോക്കി നിൽക്കുമ്പോ ഒരു പോലീസ് സ്റ്റേഷനില്ല, ഒരു പോലീസുകാരനില്ല, ഒരു കുറ്റത്തിന്റെ കോടതിയില്ല. ആളുകൾ കൂടിയിരിക്കുന്ന മദീനത്തെ പള്ളിയുടെ ചാരത്തേക്ക് വന്നിട്ട് അറിയാതെ വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് എറിഞ്ഞു കൊല്ലുമോ എന്ന് ചോദിച്ചിട്ട് ജനമധ്യത്തിൽ ഇറക്കുന്നത് കൊണ്ട് ആളുകളെ കല്ലെറിയുമ്പോ എറിഞ്ഞ കല്ലുകൾ കൊണ്ട് തലച്ചോറ് ചിതറത്തെറിച്ചുകൊണ്ട് തലച്ചിതറത്തെറിച്ചിട്ട് തലച്ചോറ് വെളിയിലേക്ക് വരുമ്പോ കരിങ്കല്ലുകളെ ശരീരത്തിലേക്ക് വീണിട്ട് പച്ചമാംസത്തിലേക്ക് കുത്തിയിറങ്ങി രക്തം തടം തല്ലിയാത്തെടുക്കുമ്പോ അവസാനം രക്തം വാടകി മദീനത്തെ മരുഭൂമിയിലേക്ക് വീഴുമ്പോ ഓടി വന്നിട്ട് തന്റെ ശിരസ്സെടുത്ത് മടിയിലേക്ക് വെച്ച മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യമില്ലേ, യാ റസൂലല്ലാഹ്, എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ച നബിയേ, അല്ലാഹു സ്വീകരിച്ച നബിയേ, ആരും കണ്ടിട്ടില്ല ഞാൻ തൗബ ചെയ്തവന്റെ പടച്ചറപ്പ് സ്വീകരിച്ച നബിയേ, അങ്ങയുടെ മടിയിൽ കിടന്നിട്ട് രക്തം തടം തല്ലിയാത്തടവ് മായി സങ്ങാനം വിട പറഞ്ഞ നാളെ പടച്ചറപ്പിന്റെ സ്വർഗമുറപ്പാണ് നബിയേ. എന്നെ ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കറയുന്ന ഒരു സമയത്ത് പാപം ചെയ്യുകയും ആ പാപത്തിന്റെ പരിണിത ഫലം തിരിച്ചറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കണ്ട് കല്ലേറുകളെ സ്വയമേറ്റ് വാങ്ങുന്ന ഒരു പരിവർത്തന സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ അല്ലാഹുവിന്റെ ഇസ്ലാമിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തൊരു പ്രസ്ഥാനത്തിന് കഴിച്ചിട്ടില്ല. പള്ളിവികാരുടെ മുമ്പിൽ കുമ്പസാരക്കൂട്ടിൽ തെളിച്ചു പറയുന്നതല്ല ഇസ്ലാമിന്റെ കുറ്റസമ്മതേടാ, ഇത് ഇസ്ലാം സമ്മാനിച്ചതേടാ. കാർമികത്വം ഒഴുക്കുന്ന പുരോഹിതന്റെ മുമ്പിൽ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് താൻ ചെയ്ത തെറ്റുകൾ വേറൊരു ദൂതരുടെ തലയിൽ കെട്ടിവെക്കുന്നതല്ല, സ്വയം ഏറ്റുവാങ്ങുന്ന പടച്ചറപ്പിന്റെ നരകത്തെ പേടിക്കുന്ന ഒരു യുവാക്കള് ലോക സമൂഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസത്തിന് കഴിഞ്ഞിട്ടില്ല, അത് ഫെഡറലിസത്തിന് കഴിഞ്ഞിട്ടില്ല, അത് സോഷ്യലിസത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരേ ഒരു ദർശനമേ ഉള്ളൂ, അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം. അല്ലാഹു നമ്മളെ ആ വടിയിലേക്ക് നടത്തട്ടെ, അല്ലാഹു നമ്മളെ ആ വടിയിലേക്ക് നടത്തട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അല്ലാഹു ആ വടിയിലൂടെ നടത്തട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ആ പരിവർത്തനത്തിന്റെ ബോധപ്പടച്ചറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉടുതുണി വലിച്ചെറിഞ്ഞ പെണ്ണിനോടാണ് ഖുർആൻ പറഞ്ഞത്, കാലിൽ കിടക്കുന്ന കൊലുസ് പോലും അനിക്കരുത്. കാലിൽ കിടക്കണ കൊലുസ്, കൊലുസ് എന്നല്ല പറയാ, എന്താ പറയാ, പാദസരോ, നമ്മുടെ നാട്ടിൽ കൊലുസ് എന്ന് പറയും, ഇവിടെ എന്തേലും ആ അല്ലാഹുവിന്റെ ആരോടാ പറയണത്? ഇപ്പൊ ആളുകൾ പറയണെന്നാണ്, ഉസ്താദ് ഇനിയിപ്പോ അതൊക്കെ നടക്കോ, കല്യാണത്തിനൊക്കെ ഇങ്ങനെയല്ലേ ഇറങ്ങാൻ പറ്റൂ, മക്കളെ അങ്ങനെയല്ലേ വിടാൻ പറ്റൂ, ഈ കാലഘട്ടത്തിൽ ഇനി അതൊന്നും നടക്കൂല. പണ്ട് കുപ്പായം ഫുള്ള് കുപ്പായമൊക്കെ ഇട്ട് ഇവിടം വരെ ഇട്ട ഒരു മലബാറിന്റെ കുപ്പായം ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ ഇട്ട കുപ്പായം, അതിന് ഇവിടം വരെ കൈയുണ്ട്, ഇവിടം വരെ ഇറക്കമുണ്ട്. എന്റെ ജുബ്ബാക്കത്ര ഇറക്കം ഇല്ല. അത്രയ്ക്ക് നല്ല കുപ്പായ വിട്ട്, തലയിൽ നല്ല തട്ട വിട്ട്, കാതിൽ കുറെ വളയം, എന്താ പറയാ, അലിക്കത്ത്, അത് വിട്ട് നടക്കുന്ന മലബാറിന്റെ ഉമ്മയുണ്ട്. അതൊന്നും ഇനി നടക്കൂല. ഇനിയിപ്പം മറച്ചിടുന്നതിനേക്കാൾ നല്ലത് തുറന്നിടലാ നല്ലതെന്ന് പറയുന്ന സമൂഹത്തോട് ഖുർആൻ വഴികാട്ടിയൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് അന്നത്തെ അവസ്ഥ എന്താണെന്നറിയാവോ? കഅബാലയത്തിന്റെ ചുറ്റും വന്നിട്ട് ഉടുതുണിയില്ലാതെ നൃത്തം ചവിട്ടിയ ആളുകളായിരുന്നു അവർ.
ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും ജീവിച്ചത് കഅബാലയത്തിന് മുകളിൽ ഉടുതുണിയില്ല, ഒന്നുമില്ലാതെ നൃത്തം ചവിട്ടി. അപ്പൊ അതൊക്കെയാണല്ലോ നടക്കുക. കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിലെ സിനിമാ നടനും സംവിധായകനും നമ്മുടെ ബഹുമാനപ്പെട്ട അവറുകൾ അടക്കമുള്ള സർവ്വ ആളുകൾ അറസ്റ്റിലായി. അവർക്കൊക്കെ നമ്മൾ കേട്ടപ്പോൾ നമ്മുടെ വലിയ അവറുകളായിരുന്നു അവരെയൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്തപ്പോ നമ്മൾ കണ്ടു എന്താ അതിന്റെ അവസ്ഥ. അവിടെയാണ് ഖുർആൻ പറഞ്ഞ ഒരായത്തുണ്ട്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയാം. ഉടുതുണി വലിച്ചെറിഞ്ഞ സമൂഹത്തോടാണ് ഖുർആന്റെ ആയത്തിറങ്ങിയത്. എന്താ പറഞ്ഞത്? പെണ്ണുങ്ങളെ, നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആളുകള് അവര് പരലോകത്തെ പേടിയുള്ളവരല്ല, അവര് നരകത്തെ ഭയമുള്ളവരല്ല. നിങ്ങൾ നാളെ പരലോകത്തെ ഭയന്നിട്ട് നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാ. അവരുടെ നടുവിൽ നിങ്ങൾ ആരാകണമെന്നറിയോ? يلهن بأرجلهن ليعلم ما يخفين من زينتهن. പെണ്ണുങ്ങളെ, നിങ്ങളുടെ അന്യപുരുഷന്മാരെ കേൾക്കുന്ന രീതിയിൽ നിങ്ങളുടെ കാലുകൾ പരസ്പരം നിങ്ങൾ ഇട്ട് അടിക്കാൻ പാടില്ല. നിങ്ങളുടെ കാലുകളിൽ പാദസരം അണിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലുകൾ സ്ത്രീകളെ ചേർത്ത് വെച്ചിട്ട് കാലടിക്കുമ്പോ ആ പാദസരങ്ങൾ കിലുങ്ങുമ്പോ ആ പാദസരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ അന്യപുരുഷൻ നിന്നെ ശ്രദ്ധിക്കാനിടയുള്ളതുകൊണ്ട് ഒരാളിരിക്കുന്നത് അറിഞ്ഞിരുന്നില്ല. അന്യപുരുഷൻ ശ്രദ്ധിക്കുന്ന പോലെ നിന്റെ കാലുകൾ കൂട്ടിയടിക്കരുത് എന്ന് ലോകത്താദ്യമായി വ്യഭിചാരമെന്നത് ബോധവൽക്കരണം കൊണ്ട് നടക്കുന്നതല്ല. എയ്ഡ്സിന് തടയിടണമെന്ന് അത് താലൂക്ക് ആശുപത്രിയുടെ മുകളിൽ സുരക്ഷിതമായി ബന്ധപ്പെടണമെന്ന് ചോക്ക് കൊണ്ട് എഴുതി വെച്ചാൽ നടപ്പാകുന്ന പ്രശ്നമല്ല. എയ്ഡ്സിനെതിരെയുള്ള ബോധവൽക്കരണം അതിന്റെ പ്രതിരോധത്തിലൂടെ നടക്കണമെന്ന് ലോകത്ത് പരിഗണിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം. എയ്ഡ്സിന് മരുന്നില്ല മക്കളെ, മരുന്നില്ലാത്ത എയ്ഡ്സിന്റെ മുമ്പിൽ ലോകം തലകുനിച്ചു നിൽക്കുമ്പോ, എബോള വൈറസിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുമ്പോ അത് താലൂക്ക് ആശുപത്രിയുടെ പരസ്യം കൊണ്ട് പഞ്ചായത്തിൽ പോയിട്ട് ഗർഭനിരോധന ഉറകൾ സംഭാവന കൊടുത്തതുകൊണ്ട് എയ്ഡ്സിന് പ്രതിരോധമാവില്ല. ആ എയ്ഡ്സ് എന്ന മഹാമാരി ലോകത്തെ വിട്ടടിയണമെന്ന്, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന് മറയുണ്ടാവണമെന്ന് ലോകത്തോട് വഴികാട്ടി കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എയ്ഡ്സ് വരാതിരിക്കണമെങ്കിൽ താലൂക്ക് ആശുപത്രിയിലെ പരസ്യം കൊണ്ട് നടക്കില്ല. ട്രാൻസ്പോർട്ട് ബസിന്റെ പുറകിൽ അപരിചിതമായി ബന്ധത്തിലേർപ്പെടരുതെന്ന് എഴുതിയ ഈ അതാപ് മാറിപ്പോണതല്ല. അതിന് മാനദണ്ഡം പറഞ്ഞത് ഖുർആനാണ്. ആണും പെണ്ണും തമ്മിൽ ഞാനിപ്പോ അതിന്റെ മൊത്തം കാര്യം ഞാൻ പറയണില്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു പാടില്ല. 3 നിർദ്ദേശങ്ങളാണ് ഖുർആൻ പറഞ്ഞത് എയ്ഡ്സിനെ തടയാൻ.